നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടുത്ത ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു ചതി അല്ലെങ്കിൽ ഒരു വഞ്ചന സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നും ഒരു വലിയ ചതി നിങ്ങൾക്ക് സംഭവിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കടുത്ത ഹൃദയവേദനയാണ് സമ്മാനിച്ചത്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയ ആ ഒരു മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്ന ഒന്നല്ല. ആ മുറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണങ്ങാതെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഒക്കെ ആയിരിക്കാം ഇത്തരമൊരു ചതി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇത്തരമൊരു ചതി ചെയ്തത് എന്ന് ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കും തോറും നിങ്ങളിൽ സങ്കടവും ദേഷ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സംഭവിച്ച ഈ ഒരു ചതിയും വഞ്ചനയും നിങ്ങളുടെ ഹൃദയത്തെ അത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒന്നായിരിക്കാം. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ വേദനകൾ അവസാനിക്കുകയാണ്. അതായത് ഇനി ഇതിനേക്കാൾ മോശമായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അത്രത്തോളം ദുഃഖവും വേദനയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ വേദനകളുടെ അവസാന ഘട്ടമാണ്. ഇനി ഇതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ നല്ല സമയങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് ഇരുണ്ട രാത്രിക്ക് ശേഷം ഒരു പുലരി ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കറുത്ത അധ്യായം അവസാനിച്ച് പ്രകാശത്തിൻ്റെ പുതിയൊരു ഘട്ടം തുടങ്ങാനായിട്ട് പോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയാതെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെയും നിങ്ങളെ ചതിച്ച വ്യക്തിയെയുമൊക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു സമയം ആയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ചതി നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾ അംഗീകരിച്ച് അതിനെ വിട്ടുകളയാനായിട്ട് തയ്യാറാവുക. ആ ഓർമ്മകളെ നിങ്ങൾ വിട്ടുകളയുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. നിങ്ങൾ കൂടുതൽ ശക്തനായ ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഇവിടെ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നും അതിനാൽ തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് ചുവട് വയ്ക്കാനായിട്ട് തയ്യാറാവുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുന്നുണ്ട്. ഭയമില്ലാതെ നിങ്ങളുടെ ഉള്ളിലെ പഴയ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം വിട്ടുകളഞ്ഞ് പുതിയ ഒരു വഴിയിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുന്ന സമയമാണിത്. ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി മുന്നോട്ട് നോക്കാം എന്ന വലിയൊരു പോസിറ്റീവ് എനർജി ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ നിങ്ങളെ തളർത്താൻ നോക്കിയ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിജയകരമായിട്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തുന്ന വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഇത്രയും കാലം പിന്നോട്ട് വലിച്ചിരുന്ന പഴയ സങ്കടങ്ങൾ, ഭയങ്ങൾ, പരാജയങ്ങൾ ഇവയുടെ ഭാരമെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞുപോയി. നിങ്ങളുടെ ജീവിതം പൂജ്യത്തിൽ നിന്നും പ്രതീക്ഷയോടെ വീണ്ടും ആരംഭിക്കാനുള്ള വലിയൊരു അവസരമാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് ഈ സമയം എത്തിച്ചു നൽകുന്നത്.
കൂടാതെ ഇവിടെ നിങ്ങളെ തേടിയെത്തുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ വഴികളിൽ നിന്നോ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വലിയ പിന്തുണയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ക്ഷമയുള്ളവരായിട്ട് ഇരിക്കുക എന്ന്. അതിലൂടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണെന്ന്. ഇപ്പോൾ ക്ഷമയില്ലാതെ എടുത്തു ചാടി പലതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് വന്ന് ചേരണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് നമ്മളെ വലിയ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. അതിനാൽ തന്നെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും അവിടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനും ആത്മനിയന്ത്രണത്തോടെ ചിന്തിച്ച് കാര്യങ്ങളെ സമീപിക്കാനും ശ്രമിക്കുക. ഇത് ജീവിതത്തിൽ സമാധാനം നിലനിർത്തി പോവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏത് വലിയ പ്രതിസന്ധിയെയും വളരെ എളുപ്പത്തിൽ മറികടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും ജീവിതത്തിൽ വലിയൊരു ചതി, വഞ്ചന ഇവയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ മനഃപൂർവ്വം മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം പ്രപഞ്ചം കണക്ക് ചോദിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ ദ്രോഹിച്ചവർക്ക് അവർ ചെയ്ത തെറ്റിനുള്ള ഫലം പ്രപഞ്ചം ഈ സമയം നൽകുന്നതാണ്. കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന വലിയൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പുതിയ വഴികൾ തെളിയിച്ച് നൽകി നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ പ്രകാശം നൽകി പ്രപഞ്ചം നിങ്ങൾക്ക് കാവലായിട്ട് എപ്പോഴും കൂടെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിയുന്ന ധാരാളം അനുഭവങ്ങൾ നിങ്ങളെ തേടി ഈ ഒരു സമയം എത്തും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.